ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചത്, നോമ്പ് പറഞ്ഞ് നോമ്പ് അങ്ങ് തീരാറായല്ലേ. എന്ത് പെട്ടെന്നാണ് നമ്മുടെ നോമ്പ് ഒരു മാസം പോയത്. എനിക്ക് മാത്രമാണോ തോന്നിയത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വളരെ പെട്ടെന്ന് തന്നെ, നമുക്ക് ഇന്ന് തുടങ്ങിയതുപോലെ തോന്നില്ലേ നോമ്പ്, വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും ദിവസമായല്ലേ. അങ്ങനെ നോമ്പ് അങ്ങനെ നിൽക്കത്തില്ല, പെട്ടെന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയത്താഴത്തിന് കഴിച്ചിട്ടുള്ളത് ചപ്പാത്തിയും മുട്ടക്കറിയുമായിരുന്നു. പിന്നെ ഈവനിങ്ങിൽ ഞാൻ സുഗിയനാണ് പള്ളിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ സുഗിയനെല്ലാം ഇവിടെ നല്ലതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സുഗിയനായിട്ട്. അപ്പോൾ നല്ല മധുരമൊക്കെയാണ്, നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ മക്കൾക്ക് ഫ്രഷ് ജ്യൂസ് വേണ്ട, റോസ് മിൽക്ക് മതി എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ റോസ് മിൽക്കാണ് ഇന്ന് ഉണ്ടാക്കിയത്. കസകസൊക്കെ ഇട്ട് റോസ് മിൽക്ക് ഉണ്ടാക്കി. പിന്നെ പെപ്സി ഉണ്ട്, പപ്സ് ഉണ്ട്, പരിപ്പ് വട, ഉഴുന്നുവട, സമൂസ, അങ്ങനെ ബോണ്ട, വാട്ടർ മില്ലൻ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു, ഈന്തപ്പഴം, പിന്നെ പോമോഗ്രനേറ്റ്, അങ്ങനെ ഞങ്ങളിതെല്ലാം കൂടെ വെച്ച് കഞ്ഞി ഉണ്ടായിരുന്നു. പള്ളിയിലെ കഞ്ഞി ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ കഞ്ഞിയല്ല, ഇവിടെ വേറൊരു വെറൈറ്റി കഞ്ഞിയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു ഫലാഫിലൊക്കെ എടുത്ത് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് അതിനകത്ത് കുറച്ച് മയണൈസൊക്കെ ഇട്ട് കഴിച്ച് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനത് ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. കഴിക്കാൻ നേരത്ത് എങ്ങനെയാണ് കഴിച്ചതെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തു. അതിനുശേഷം മക്കളെല്ലാവരും പള്ളിയിൽ പോയി ത്രാവ്യ നിസ്കരിക്കാനും ഇഷ നിസ്കരിക്കാനും ഒക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ തന്നെ നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ത്രാവ്യ നിസ്കരിക്കുകയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തത്. കാരണം എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് കാരണം ഞാൻ പോയില്ല പള്ളിയിൽ, വീട്ടിൽ തന്നെയാണ്. രാത്രി ഞങ്ങൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയും ചിക്കൻ കറിയുമാണ്. എങ്ങനെയുണ്ട്? നല്ല കോമ്പിനേഷൻ അല്ലേ? ആരെങ്കിലും അങ്ങനെ ദോശയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മക്കൾക്ക് അങ്ങനെ മതിയെന്ന് പറഞ്ഞതാണ് ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് ഇഷ്ടമായി, മോള് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.